നിമിഷപ്രിയയ്ക്ക് ഒരു കാലത്തും മാപ്പ് നൽകില്ല എന്നുള്ളതാണ് തലാലിന്റെ കുടുംബം ഇപ്പോൾ പറയുന്നത്. കാരണം നീതി നടപ്പാക്കുന്നത് വരെ മുന്നോട്ട് തന്നെ പോകുമെന്ന് പറയുമ്പോൾ ഇനി നിമിഷപ്രിയയുടെ ഭാവി എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിമിഷങ്ങൾ എണ്ണി എണ്ണി കഴിയുകയാണ്. ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതാണ് വളരെ ക്രൂരമായിട്ടുള്ള കഠിനമായിട്ടുള്ള പരുക്കനായിട്ടുള്ള ഒരു സത്യം. അപ്പോൾ അവിടെ നമുക്കിനി എന്തൊക്കെ പ്ലേ ചെയ്യാൻ പറ്റും? ഹു ക്യാൻ ബി ദി ഗെയിം ചേഞ്ചർ എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ നമ്മുടെ സൂഫിയായിട്ടുള്ള ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു റോൾ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ശ്രമത്തിലാണ് അദ്ദേഹം അവിടുത്തെ പണ്ഡിതനായ സൂഫി വര്യനായ കേരളത്തിൽ വന്നിട്ടുമുള്ള ഉമർ ഹഫീലിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളെ അയച്ചിട്ട് ഈ കുടുംബവുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തുന്നുണ്ട്. അദ്ദേഹം വലിയൊരു വ്യക്തിയാണ്. ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ മതശാസനം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയൊരാളാണ്. അപ്പോൾ കാന്തപുരമൊക്കെ നമ്മുടെ ഒരു മതേതര രാജ്യമായിട്ട് ആയതുകൊണ്ടുകൂടിയാണ്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണവും അദ്ദേഹത്തെ ആരാധിക്കുന്നവരുടെ എണ്ണവും നമുക്ക് ഇന്നലത്തെ നമ്മുടെ പോസ്റ്റിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അദ്ദേഹത്തെ ആരാധിക്കുന്ന നിരവധി ആളുകളാണ് അതിൽ വന്നത്. അവർ ഈ ഹൗത്തി എന്നുള്ള എൻ്റെ പ്രയോഗത്തെ വരെ വിമർശിച്ചു. ശരിയാണ്, അവർ പറയുന്നതാണ് ശരി. ഞാൻ ഈ ഹൗത്തി എന്ന് പറയാൻ രണ്ട് കാര്യങ്ങളുണ്ടോ? ഒന്ന് BBC അതുപോലെ ഇൻ്റർനാഷണൽ ചാനലുകളൊക്കെ പറയുന്നത് ഹൗത്തി എന്നാണ് പറയുന്നത്. അധികം കടമെടുത്തു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഈ ഹൂത്തി എന്നുള്ള വാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിൽ അത്ര ശ്ലീലമല്ലാത്ത ഒരു വാക്കുമായിട്ട് അതിനൊരു താളമുണ്ട്, അത് റെസൊണേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് കൂടിയാണ് ഞാൻ അത് ഒഴിവാക്കിയത്. നമ്മൾ പറയുമ്പോൾ ഇതെങ്ങനെയാണ് പ്രേക്ഷകരിൽ എത്തുക എന്നുള്ളത് അറിയാൻ വയ്യാത്തതുകൊണ്ട്. അതുകൊണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായത്തെ മാനിക്കുന്നു. ശരിയായിട്ടുള്ളത് നമ്മൾ ഹൂത്തികൾ തന്നെയാണ് എല്ലാ പത്രങ്ങളും പറയുന്നത്. അതിൻ്റെ ഒരു ഉച്ചരിക്കുമ്പോൾ അത് വേറെ ചില അശ്ലീല പദങ്ങളുമായിട്ട് ചേർന്ന് റെസൊണേറ്റ് ചെയ്ത് അത് നമ്മുടെ കുഴപ്പമല്ല. അതുകൊണ്ട് ഇനി ഹൂത്തി എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്. ഈ ഹൂത്തികൾ എന്ന് പറയുന്നത് കടുത്ത റാഡിക്കൽസാണ്, ഫണ്ടമെൻ്റലിസ്റ്റുകളാണ്, മതമൗലികവാദികളാണ്. മതത്തിൻ്റെ നിയമം ഒരു വാക്കുപോലും വെള്ളം പോലും ചേർക്കാതെ നടപ്പാക്കണമെന്ന് വിശ്വസിക്കുന്നവരാണ്. ആ രാജ്യത്തിൻ്റെ വിശ്വാസമാണ്, അതിൻ്റെ ദേശീയതയാണ്, അതിൻ്റെ പ്രാദേശികതയും അതുതന്നെയാണ്. അപ്പോൾ എന്നുള്ളത് കൊണ്ട് അതിനെ നമുക്കൊരു തരം സബ് നേഷണലിസം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ ഒരിക്കലും എതിർക്കാൻ കഴിയില്ല. അവരുടെ ദേശീയ ബോധം അങ്ങനെയാണ്, നമ്മുടെ ദേശീയ ബോധം ഇങ്ങനെയാണ്. അപ്പോൾ അത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു ഇൻ്റർലൊക്യൂട്ടർ വേണം. ആ ഇൻ്റർലൊക്യൂട്ടറായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാന്തപുരമാണ്. അദ്ദേഹത്തിന് അതിനുള്ള സ്വാധീനവും അറിവുണ്ട്, വെറുതെ പറയുന്നതല്ല. അദ്ദേഹത്തിന് അവരുടെ തന്നെ ഭാഷയിൽ, മതശാസനത്തിൻ്റെ ഭാഷയിൽ ഖുർആൻ ഇതിനെ അനുവദിക്കുന്നില്ല എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ആ ഖുർആൻ പാഠഭാഗങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അതിന് പറ്റിയ ആൾ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഒരു പക്ഷേ കുറച്ച് ദിവസം മുമ്പ് വരെ തലാലിന്റെ കുടുംബം കുറച്ച് ബന്ധുമിത്രായിരുന്നു, സഹോദരൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ പറഞ്ഞ ബ്ലഡ് മണി അല്ലെങ്കിൽ അതിന്റെ മാപ്പ് നൽകാമെന്നുള്ള തരത്തിലൊക്കെ വരികയും, പക്ഷെ പെട്ടെന്നാണ് ഇന്നലെ കൊണ്ട് പെട്ടെന്ന് തലാലിന്റെ കുടുംബം ഞങ്ങൾ പിന്മാറില്ല എന്നുള്ളൊരു സന്ദേശം അയച്ചത്. ഇത് ഒരു പക്ഷേ നമ്മളുടെ മാധ്യമങ്ങൾ അല്ലേ ഇത്തരത്തിൽ നിമിഷപ്രിയയ്ക്ക് ഒരു ശത്രുവായിട്ട് മാറിയിരിക്കുന്നു? തീർച്ചയായിട്ടും വളരെ ശരിയായിട്ടുള്ള വാക്കുകളാണ്. ഇങ്ങനെ വളരെ നിർണായകമായ ഒരു സന്ദർഭത്തിൽ മാധ്യമങ്ങൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റണം. നമ്മൾ വിചാരിക്കും നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ മാധ്യമങ്ങൾ എഴുതി കഴിഞ്ഞാൽ അവിടെ ശ്രദ്ധയിൽ പതിയുകയില്ല എന്ന്. അവർ ചാരചക്ഷുസോടുകൂടി തന്നെ ഇന്ത്യയുടെ ഇപ്പോൾ ഇത് അവർക്ക് ഇത്രയും പ്രകോപനം ഉണ്ടാവാൻ കാരണം നിമിഷപ്രിയയെ സപ്പോർട്ട് ചെയ്തു മാധ്യമങ്ങൾ സംസാരിക്കുന്നു. പലരും നിമിഷപ്രിയ, അപ്പം നമ്മളവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട്, നിമിഷപ്രിയ ചെയ്തത് തെറ്റ് തന്നെയാണ് അല്ലെ. വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി ഒരു വ്യക്തിയെ എന്ത് തന്നെ ആയിക്കോട്ടെ അതിന് വേണ്ടുന്ന നിയമ നടപടികളിലേക്ക് പോകാതെ അവർക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അല്ലെങ്കിൽ പീഡനം അനുഭവിച്ച് കാണുമായിരിക്കാം ഒരു പക്ഷെ എന്ത് തന്നെയായാലും അവർ ചെയ്ത തെറ്റിനെ ഒരിക്കലും ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ തിരിച്ച് നമ്മളുടെ ഇന്ത്യയിലെ ഒരു പൗരയാണ്, അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾ, അവർക്ക് അവരുടെ കുടുംബം കാത്തിരിക്കുന്നു. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ഇത്തരത്തിൽ അവർക്കുണ്ടായ ഒരു പാകപ്പഴേ ഒരു പക്ഷേ ഇത്രയും വർഷത്തോളം അവർ ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പം വേണ്ടുന്ന ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അങ്ങനെ വധശിക്ഷ എന്ന് പറയുന്ന അപൂർവമായിട്ടുള്ളതേ ഉള്ളൂ. വധശിക്ഷ എത്രയോ നാളുകൾക്ക് മുമ്പാണ് നടപ്പാക്കിയിട്ടുള്ളത്. നമുക്ക് അത് അപൂർവമായിട്ടുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യമുള്ള നിയമങ്ങളാണ് നമ്മളുടെ രാജ്യത്തുള്ളത്. എന്നാൽ മറ്റുള്ള രാജ്യങ്ങൾ അങ്ങനെയില്ല. അതിൻ്റെ ഒരു ഭാഗമാണല്ലോ നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അവരെ തിരികെ കൊണ്ടുവരാൻ നമ്മുടെ ഇന്ത്യൻ സർക്കാർ അല്ലെങ്കിൽ അത് ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനെ ഒരു കാലത്ത് നിമിഷപ്രിയെ ന്യായീകരിക്കരുത്, മാധ്യമങ്ങൾ ഉൾപ്പെടെ ന്യായീകരിക്കാൻ സാധിക്കും. കാരണം അവർ ചെയ്തത് തെറ്റാണ്, തെറ്റല്ലാണ്ടാവുന്നില്ല. അപ്പൊ ന്യായീകരിക്കാൻ പാടില്ല. ഈ ന്യായീകരണമല്ലേ ഒരു പക്ഷെ അവർക്ക് പ്രകോപനം ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും നമ്മൾ അപ്രിയ സത്യങ്ങൾ എപ്പോഴും പറയാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ
അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള അപ്രിയ സത്യങ്ങൾ ഒരിക്കലും പറയാനേ പാടില്ല. മാധ്യമങ്ങളായാലും ഇവിടുത്തെ ജനപ്രതിനിധികളായാലും ആരും തന്നെ പറയാൻ പാടില്ല. ആ കോർട്ട് വിധിച്ചു കഴിഞ്ഞാണ്, കോർട്ടിൻ്റെ വിധി നടപ്പായി കഴിഞ്ഞിരിക്കുന്നു. നൗ ദ ബോൾ ഈസ് ഇൻ ദ കോർട്ട് ഓഫ് ദി ഫാമിലി ഓഫ് ദി ഡിസീസ്ഡ്. മരിച്ച തലാലിൻ്റെ കുടുംബത്തിലാണ് പന്ത് കിടക്കുന്നത്. അവർക്ക് എങ്ങോട്ട് വേണമെങ്കിൽ തട്ടിമാറ്റാം. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അവരുടെ ബഹുമാനത്തോടു കൂടിയേ സംസാരിക്കാൻ പാടുള്ളൂ. അവരുടെ വാദം എന്താണെന്ന് വെച്ചാൽ, എന്തു കാരണത്താലായാലും, ഇവൻ വ്യഭിചാരമായാൽ പോലും, ഇവൻ മാനഭംഗമായാൽ പോലും, ഇത് ചെയ്തത് അറും കൊലയാണ്. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, കൊലപാതകം നടത്തിയെന്ന് ആദ്യം സമ്മതിക്കാതിരുന്നു, രണ്ടാമത് സമ്മതിച്ചു. രണ്ടാമത്തെ കാര്യം, ഇത് പറയുന്നു തൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്ന് പറയുന്നു. ശരി, ആത്മരക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തു പോകും. ചെയ്തു കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ടത് നേരെ പോലീസിൽ ചെന്ന് പറയുക, കുറ്റമേൽക്കുക, ഇങ്ങനെ ചെയ്തു എന്ന്. അതല്ല ഉണ്ടായിരിക്കുന്നത്, മറിച്ച് അത് മറച്ചു വയ്ക്കാനുള്ള ശ്രമമാണ് നടന്നത്. എന്ന് മാത്രമല്ല, ഈ ശരീരം പല തുണ്ടുകളായിട്ട്, നമ്മുടെ ഓമന കേസിലെത്തുപോലെ തുണ്ടുകളായിട്ട് മുറിച്ച് കട്ട്ലറ്റിന് മുറിക്കുന്ന പോലെ ഒരു ശരീരം, ആ മൃതദേഹത്തോട് പോലും ഒരു ബഹുമാനം കാണിച്ചില്ല. ആ മയ്യത്തെന്നാണ് അതിന് പറയുന്നത്. അതിനെ ബഹുമാനിക്കണമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിനെ തുണ്ടമാക്കി കട്ട്ലറ്റ് കഷ്ണങ്ങളാക്കിക്കൊണ്ട് ഓമന ഇട്ടത് അത് സ്യൂട്ട് കേസിലാണെങ്കിൽ, ഈ കേസിൽ നിമിഷപ്രിയ ഇട്ടത് അത് വാട്ടർ ടാങ്കിന് ഉള്ളിലാണ് കൊണ്ടിട്ടത്. അത് വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത് കുടിക്കാനുള്ള വെള്ളം സംഭരിച്ച് വെച്ചിരിക്കുന്ന ജലസംഭരണി. ആ ജലസംഭരണി ആ മനുഷ്യൻ്റെ ശവത്തോട് ചേർന്ന വെള്ളമാണ് ആളുകൾ കുടിക്കേണ്ടി വരിക. അപ്പോൾ ആ സമൂഹത്തോട് മുഴുവൻ വലിയൊരു ക്രൂരത കാണിച്ചു, തെറ്റ് കാണിച്ചു. അപ്പോൾ അത് നമ്മൾക്ക് അംഗീകരിക്കായിരിക്കും. കോർട്ടിൻ്റെ കേസ് അതാ, അവരുടെ കോർട്ടിൻ്റെ കേസ്. ആ കോർട്ട് നമ്മുടെ സുപ്രീം കോടതിയിൽ കൊണ്ടുവന്ന് വാദിക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളത് കൊണ്ട് അത് അതേപടി അവരുടെ കോർട്ടിനെ നമ്മൾ ബഹുമാനിക്കണം. അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അവർ പറയുന്നത് നമ്മുടെ മാധ്യമങ്ങൾ പരത്തുന്നു ശരിയായിരിക്കും. ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞു, എല്ലാ അപ്രിയ സത്യങ്ങളും ഇപ്പോൾ പറയരുത്. ഇവർക്കൊരു വക്കീലിനെ കൊടുത്തില്ല. നമ്മൾ പാകിസ്ഥാൻ കൊടും ഭീകരനായ കസാബിന് പോലും നമ്മൾ വക്കീലിനെ ഏർപ്പാട് ചെയ്തു, സുപ്രീം കോടതി തന്നെ ഏർപ്പാട് ചെയ്തു. ആ നീതി ഇവിടെ നടന്നിട്ടില്ല, ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്, ഈ കോടതി ഇവരുടെ ഭാഗങ്ങൾ പറയാൻ അവസരം കൊടുത്തില്ല. തെറ്റാണിത്. വാദം നടന്നിരുന്നു, 2 ട്രയൽ നടന്നിരുന്നു. രണ്ടാമത്തെ ട്രയലിൽ ഇവർ കുറ്റങ്ങൾ സമ്മതിച്ചിരുന്നു. നിങ്ങൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി ആണ് ഇത് ചെയ്തതെങ്കിൽ ഈ ശവശരീരം എന്തിന് പല കഷണങ്ങളാക്കി മാറ്റി എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഈ കാര്യങ്ങൾ നമുക്കും ബോധ്യമാവേണ്ടതുണ്ട്, നമ്മുടെ എന്ന് മാത്രമല്ല. മൂന്നാമത്തെ കാര്യം, ഒരു യമൻ പൗരൻ കൂടി ഇതിനോടൊപ്പം കൂട്ടുചേർന്നു. ഒരാണിൻ്റെ കൂട്ടും കൂടി ഇവർക്കുണ്ടായി, ഒരാണിൻ്റെ. അപ്പോൾ ഒരു ട്രയാങ്കിൾ ലവ് എന്ന് പറയുന്ന ഒരു സെക്ഷൽ റൈവലറി ആണോ ഇതിലേക്ക് നയിച്ചതെന്നുള്ള സംശയങ്ങളും വരാവുന്നു. അപ്പോൾ നമ്മുടെ കേസ് എന്ന് പറയുന്നത്, നിമിഷപ്രിയയുടെ കേസ് വളരെ വീക്കാണ്. അപ്പോൾ ഇനി നമുക്കെന്താ, ജസ്റ്റിസ് ആൻഡ് ദ വേർഡിക്റ്റ്, വിധിയും അവർക്ക് എതിരാണ്. അപ്പം നമ്മുടെ ഇനി ഒരേ ഒരു ആശ്രയം, തലാലിൻ്റെ കുടുംബത്തിൻ്റെ ദയയാണ് നമുക്ക് കിട്ടേണ്ടത്. ആ ദയ കിട്ടാൻ വേണ്ടി പണം കൊടുക്കാൻ നമ്മൾ സമ്മതമാണ്. പക്ഷേ BBC-യിൽ തന്നെ ആ ആളിൻ്റെ സഹോദരൻ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് വേണ്ട, എത്ര പണം കിട്ടിയാലും സഹോദരനോടുള്ള സ്നേഹമാണ് ഞങ്ങൾക്ക് വലുത്, അദ്ദേഹത്തിൻ്റെ ആത്മാവാണ് ഞങ്ങൾക്ക് വലുത് എന്നവർ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അവിടെ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. പ്രകോപനപരമായ വാർത്തകൾ വരുത്താതെ അതിനൊരു കടിഞ്ഞാണിടേണ്ട ചുമതല എനിക്ക് തോന്നുന്നു ഇന്ത്യ ഗവൺമെൻറ് തന്നെ അത് ഏറ്റെടുക്കണം. ഈ കാര്യത്തിൽ നയതന്ത്ര ബന്ധത്തിൻ്റെ പേരിൽ ശരിക്കും നിയമമുണ്ട്. വിദേശ രാജ്യങ്ങളെ, നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുക്കരുതെന്ന് ശരിക്കും പത്ര നിയമമുള്ളതാണ്. അത് പാലിക്കാതെയാണ് വാർത്തകൾ വരുന്നത്. അതിൻ്റെ മേലൊരു കൺട്രോൾ ഉണ്ടാവണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കാന്തപുരത്തിനെ മാത്രം ആശ്രയിച്ചാൽ നടക്കില്ല. ഇറാനിലെ മതപണ്ഡിതന്മാരെ, അതുപോലെ ഇറാനിലെ ഗവൺമെൻറ്റിനെ തന്നെ നമ്മൾ ആശ്രയിക്കണം. അമേരിക്ക ലോകമെമ്പാടും കാണിക്കുന്ന അവരുടെ താല്പര്യമാണ്. അതുപോലെ നമ്മളും നമ്മുടെ താല്പര്യത്തിന് വേണ്ടി അമേരിക്കയുടെ നയമോ അവരുടെ ഇഷ്ടമോ പ്രീതിയോ ഭീതിയോ നോക്കാതെ നമ്മൾ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകണം. പിന്നെ ഒരു രാജ്യമുള്ളത് റഷ്യയാണ്, അവരുമായിട്ട് നല്ല ബന്ധത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യം. അതുകൊണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളുടെ കൂടി സഹകരണത്തോടു കൂടി ഇന്ത്യക്ക് മുന്നേറിയാൽ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ആ കുടുംബത്തെ, അതിൻ്റെ ചേതോ വികാരത്തെ മാറ്റാൻ കഴിയും. എന്ന് മാത്രമല്ല, ഇന്ത്യക്ക് ചെയ്യാവുന്ന ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ അംഗീകരിക്കുക. നമ്മളിപ്പോൾ താലിബാൻ ഗവൺമെൻറ്റിനെ അംഗീകരിക്കാൻ പോവുകയാണല്ലോ. റഷ്യ അംഗീകരിച്ചു കഴിഞ്ഞു, സഹകരണം ഉണ്ടല്ലോ. അതുപോലെ ആ രാജ്യവുമായിട്ട് സഹകരണത്തിൻ്റെ ഒരു പാതയിലൂടെ ആ രാജ്യത്തിന്, നമുക്കിപ്പോൾ പണം ഇഷ്ടം പോലുണ്ട്, പല രാജ്യങ്ങൾക്കും കൊടുക്കുന്നുണ്ട്, സൗജന്യമായിട്ട്
അതിന് വളരാനുള്ള എന്തെങ്കിലും കൊടുക്കാനുള്ള ഒരു ഓഫർ, അങ്ങനെ ഒരു സാമ്പത്തിക പാക്കേജും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കുകയും നിമിഷപ്രിയ ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും. എങ്കിലും ജീവപര്യന്തത്തിലേക്ക് മാറിയാലും കുഴപ്പമില്ല, ജീവനോടെ ഇരിക്കും എന്നാണ് നമുക്ക് ഈ ഒരു സാമാന്യ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷവും കൂടാതെ നമുക്കത് പറയാൻ പറ്റും.